തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും അപകടം. മത്സ്യബന്ധന വള്ളം ശക്തമായ തിരയിൽപ്പെട്ട് 2 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. പുതുക്കുറിച്ചി സ്വദേശി സുധീർ, കൊല്ലം കൊച്ചഴീക്കൽ സ്വദേശി രാജുമോൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. വിവരങ്ങളുമായി വിഷ്ണു കരുവാരക്കുണ്ട് നമുക്കൊപ്പം. വിഷ്ണു, പരിക്കേറ്റവരുടെ നില ഇപ്പോൾ എങ്ങനെയുണ്ട്? സുജയ, ഇപ്പോൾ മുതലപ്പുഴ ഒരു തീരാ ദുരിതം തന്നെയായി വീണ്ടും നിൽക്കുകയാണ്. വീണ്ടും ഒരു അപകടം കൂടി ഉണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം ഉണ്ടായത്. ഏതായാലും പരിക്കേറ്റവരെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. നിസ്സാരമായ പരിക്കുകളോടെയാണ് മത്സ്യബന്ധന തൊഴിലാളികൾ ഇന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. നമുക്കറിയാം, നിരന്തരമായി ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മുതലപ്പുഴയിൽ അപകടമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അധികാരികളൊക്കെ തന്നെ അടിയന്തരമായി ഒരു ഇടപെടൽ നടത്തേണ്ട ഒരു സ്ഥലമായി തന്നെ മുതലപ്പുഴ മാറിയിരിക്കുകയാണ്. പുതുക്കുറിച്ചി സ്വദേശി സുധീറും അതുപോലെ തന്നെ കൊല്ലം കൊച്ചഴീക്കൽ സ്വദേശി രാജുമോനുമാണ് ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടി പരിക്കേറ്റത്. വള്ളത്തിലിടിച്ച 2 മത്സ്യത്തൊഴിലാളികൾ ആയിരുന്നു ഇവർ. അതുപോലെ തന്നെ അതിശക്തമായ കടലിൽ പോകരുതെന്നുള്ള ട്രോളിംഗുള്ള സമയത്തുകൂടി ഈ ഒരു സാഹചര്യം കണക്കിലെടുക്കാതെ കടലിലിറങ്ങി ആ ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആഴക്കടൽ മത്സ്യബന്ധനത്തിനായിരുന്നു നിരോധനമുള്ളത്. ഇപ്പോൾ ഈ ഒരു സാഹചര്യം മനസ്സിൽ വെക്കാതെ തന്നെ ഇവർ ഇറങ്ങുകയും അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിലായിരുന്നു മത്സ്യബന്ധനത്തിലുള്ള ഈ ഒരു ബോട്ട് ഇടിച്ച് അപകടമുണ്ടായത്. ഏതായാലും നിസ്സാര പരിക്കുകളോടെയായിരുന്നു ഇപ്പോൾ തൊഴിലാളികൾ താലൂക്ക് ആശുപത്രിയിലുള്ളത്. വലിയൊരു ദുരന്തം തന്നെ ഒഴിവായി എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. ഏതായാലും വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാകുന്ന സ്ഥലത്ത് അധികാരികൾ അടിയന്തരമായി ഇടപെടണം എന്നാണ് തുറഭാഗത്തുള്ള എല്ലാ ആളുകളുടെയും ആവശ്യം. സുജയ. ഓക്കെ, വിഷ്ണു കരുവാരക്കുണ്ടാണ് വിവരങ്ങൾ നൽകിയത്. മുതലപ്പുഴയിൽ വീണ്ടും അപകടമുണ്ടായിരിക്കുകയാണ്.